Next, advantages of ML and disadvantages of ML. First one is advantages. ഫ്യൂച്ചറിൽ നമ്മുടെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് ആസ് യുവർ നീഡ്സ് ഗ്രോ മെഷീനെ ഫ്ലെക്സിബിൾ ആക്കാൻ സാധിക്കും. അതുപോലെ പാസ്റ്റ് ഡാറ്റയെ ബേസ് ചെയ്ത് ഫ്യൂച്ചറിൽ പ്രിഡിക്ഷൻ ചെയ്യാൻ സാധിക്കുന്നു. റെഡ്യൂസസ് ഹ്യൂമൻ എറർ കുറയ്ക്കുന്നു. ഇതിലൂടെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഹെൽത്ത് കെയർ ഇതിലൊക്കെ നമുക്ക് ഹ്യൂമൻ എറർ സംഭവിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നതിലൂടെ വലിയ ക്രിട്ടിക്കൽ തീരുമാനങ്ങൾ ശരിയായി എടുക്കാൻ സാധിക്കുന്നു. വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന റിപ്പീറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ പൈസ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ സാധിക്കും. അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, ഫ്രോഡ് ഡിറ്റക്ഷൻ ഇതെല്ലാം ചെയ്യാൻ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് നമുക്ക് സാധിക്കും. ഇനി മെഷീൻ ലേണിംഗിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാറ്റ ആവശ്യമാണ്. അപ്പൊ എത്രത്തോളം ഡാറ്റ നമ്മൾ പഠിപ്പിക്കുന്നു അത്രത്തോളമാണ് മെഷീന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുന്നത്. അപ്പൊ ഡാറ്റയുടെ എമൗണ്ട് കുറഞ്ഞാൽ അത്രത്തോളം പ്രഡിക്ഷനെ അത് ബാധിക്കും. അതുപോലെ തന്നെ ഡാറ്റ അത്ര നല്ലതല്ലെങ്കിൽ, അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന റോ ഡാറ്റ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, ഇറലവൻ്റ് ആയതും അല്ലാത്തതുമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ കറക്റ്റായിട്ട് ഉള്ള ഡാറ്റ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ മോഡല് റോങ് പാറ്റേൺസ് പഠിക്കാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ നമുക്ക് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യിപ്പിക്കുമ്പോൾ അത് സ്ലോ ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ വെച്ച് ഒരു ലാർജ് മോഡൽ അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ നോളേജ് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കില്ലൊക്കെ വേണം ഇത് ബിൽഡ് ചെയ്യണമെങ്കിൽ. മെഷീൻ ലേണിംഗ് നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സംടൈംസ് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എങ്ങനെയാണ് ഇത് ഡിസിഷൻസ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കോംപ്ലക്സ് മാത്തമാറ്റിക്സ് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രിഡിക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സിറ്റി വരുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ നമുക്കത് എങ്ങനെ ഡിസിഷൻ എടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെ ക്യാൻ ബി ട്രിക്ഡ് ഈസിലി ബൈ സ്മോൾ ചേഞ്ചസ്. ചെറിയ ചെറിയ ചേഞ്ചസ് വരെ പ്രിഡിക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇൻകറക്റ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സംടൈംസ് ഡസൻ ജനറൈസ് വെൽ, അതായത് ട്രെയിനിങ് ഡാറ്റയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെങ്കിലും ചില സമയങ്ങളിൽ കാണാത്തൊരു ഡാറ്റയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെ മെഷീൻസിനെ പഠിപ്പിക്കാം. ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന വേർഡാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീനെ പഠിപ്പിക്കുന്നത്. അൽഗോരിതം എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതായത് എങ്ങനെയാണ് കുക്കിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു റെസിപ്പി നോക്കി നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് ഓരോന്ന് ചെയ്ത് ആ കുക്കിംഗ് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൂൾസ് ആയിരിക്കും. അപ്പോൾ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് അഥവാ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ അൽഗോരിതംസ് ആണ് ഡാറ്റയിൽ നിന്നും പാറ്റേൺസ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഡാറ്റയിൽ നിന്നും പാറ്റേൺസ് പഠിക്കുന്നു. ഒരു ഹ്യൂമൻ പഠിക്കുന്നത് പോലെയല്ല മെഷീൻ പഠിക്കുന്നത്. മെഷീൻസിന് ആൽഗോരിതംസ് വേണം. നമ്മൾ റെസിപ്പി നോക്കി എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് പോലെ മെഷീൻസിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ റൂൾ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ഡാറ്റയിൽ നിന്നും പാറ്റേൺസ് റീഡ് ചെയ്യാം എന്ന്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ്. എന്താണ് ഫീച്ചർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പാറ്റേൺസ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയിലെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ